രാത്രി 2 മണി വരെയും പന്ത് കളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ്, ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ്, TV-യിൽ നോക്കിയിരിക്കാൻ, മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ്. കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം വെക്കല്, അല്ലോ 12:30 ആയോ, പിന്നെ ദിക്റും സലാത്തൊന്നുമില്ല, ഒറ്റ മറിച്ചിലാണ്. അതേമാതിരിയാണ് മരിക്കുമ്പോൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ്. എന്തിനു നേരമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ. എന്താ വേണ്ടത്? കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം. കുളിച്ചാൽ വളരെ ഉഷാറായി, ഒളുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി. ഇനി അതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം. വിരിപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം കുടഞ്ഞ് വിരിക്കണം. വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് 3 പ്രാവശ്യം കൊട്ടണം. വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ 3 പ്രാവശ്യം കുടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം. വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം. എന്നാൽ അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന, ഇതിൽ കൂടി എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന. എന്താ കാരണം? വിരിപ്പ് മടങ്ങിയതാണ് കാരണം, വേറെ കാരണമൊന്നുമില്ല. ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു. എന്താ കാരണം? വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം, വേറെ അതിന് കാരണമൊന്നുമില്ല. കുട്ടികളായിരിക്കുമ്പോൾ അല്ലാതെ അറിയില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു മടക്കുണ്ടായാൽ മതി, രാവിലെ അവിടെ വേദന ഉണ്ടാവും. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം. എന്നിട്ട് ആ വിരിപ്പിലിരിക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഞാൻ പറയുമ്പോൾ കുറേ സമയം എടുത്താലും ചെയ്യാനാകെ 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലൂതിയിട്ട് തല മുതൽ കാല് വരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് 2 കയ്യിലും ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 3-ാം പ്രാവശ്യം ഒന്നും കൂടെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 1 ആയത്തുൽ കുർസിയ ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങണം. ഈമാൻ കാമിലായി മരിക്കും. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും.